ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സഹസ്രനാമതത്തുല്യം രാമനാമപ്രചാരണേ. കലിസന്ധാരോപനിഷത്തായിട്ടുള്ള ഹരേ രാമ ഇത് ജപിച്ച സഹസ്രനാമം ജപിച്ചതിൻ്റെ ഫലം ലഭിക്കും എന്നാണ്. എന്ന് വിചാരിച്ച് സഹസ്രനാമം ജപിക്കേണ്ട എന്നല്ല. അതായത് മനസ്സ് കൂടുതൽ നേരം നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സവിടെ ഉറച്ചു കിട്ടണം എന്നില്ല. വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒക്കെ ജപിക്കേണ്ടത് തന്നെയാണ്. പലപ്പോഴും പലർക്കും ഇതൊക്കെ ജപിക്കുമ്പോൾ ഏകാഗ്രത കൂടുതൽ സമയം കിട്ടണമെന്നില്ല. അപ്പം അതുകൊണ്ടാണ് പറയണത്, നിങ്ങൾക്ക് ഏകാഗ്രതയോടുകൂടി സഹസ്രനാമങ്ങൾ ജപിക്കാൻ പ്രയാസമാണെങ്കിൽ, വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പ്രയാസമാണെങ്കിൽ ഹരേ രാമ എന്നുള്ള നാമം ജപിക്കൂ എന്നുള്ളത്. സന്ധ്യാസമയം ലൗകികമായിട്ടുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ളതാണ്. ഉണ്ണരുത് ഉറങ്ങരുത് എന്നാണ് പറയുക. വെച്ചാൽ സന്ധ്യയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ആയുസ് കുറയും എന്ന് പഴമക്കാർ പറയാറുണ്ട്. അതുപോലെ ഭക്ഷണം കഴിക്കരുത്. സന്ധ്യാസമയത്തൊക്കെ ഭക്ഷണ സാധനങ്ങളും അത്ര ശുദ്ധമാണ് എന്ന് പറയാറില്ല. അപ്പോൾ സന്ധ്യയ്ക്ക് ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. എന്തു വേണം? ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ പൂജാമുറി വിളക്ക് വെച്ച് എല്ലാവരും ചേർന്നിരുന്ന് നാമം ജപിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെങ്കിൽ അവരുടെ പരമായിട്ടുള്ള ഈശ്വരാരാധന ചെയ്യുക സന്ധ്യാസമയത്ത് വേണ്ടുന്നതാണ്. കുട്ടികൾ പഠിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ സന്ധ്യാസമയത്ത് കുറച്ച് സമയമെങ്കിലും നാമം ജപിച്ചിട്ട് പഠിക്കാനിരിക്കട്ടെ. അതുപോലെ തന്നെ മറ്റ് ലൗകികമായിട്ടുള്ള വീക്ഷണങ്ങൾ സന്ധ്യാസമയത്ത് പാടില്ല. നാമം ജപം, ഇത്തരത്തിലുള്ള ഈശ്വര ആരാധനകൾ കുടുംബത്തിനും നമുക്കും ഒരു പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. നാമജപം മാത്രം മതി കലികാലേ ദോഷം തീരാൻ എന്നാണ്. കലിയുഗത്തിന് പലവിധത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഗുണം എന്താണ്? നാമജപം മാത്രം മതി എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് നാമം ജപിക്കാൻ തന്നെ പലർക്കും തോന്നില്ല. അതുകൊണ്ടായിരിക്കണം നാമമെങ്കിലും നിങ്ങൾ ജപിക്കൂ, നിങ്ങളുടെ പാപം തീരട്ടെ എന്ന് പറയുന്നത്. നമ്മളുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരിൽ നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ വളരെയധികം ഉപകാരപ്പെടും ഈ നാമജപം പോലെയുള്ള സംഗതികൾ. നാമജപത്തിലൂടെയൊക്കെ ഈശ്വര ചിന്ത നിലനിർത്താൻ സാധിക്കുന്നു നമ്മൾക്കും നമ്മളുടെ പരമ്പരകൾക്കും എന്നുള്ളതാണ്. ഏതായാലും എല്ലാവർക്കും സർവേശ്വരൻ നല്ലത് വരുത്തട്ടെ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ. നമസ്തേ.